പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഇതൊരു മരം പോലെയാണ് കേട്ടാ. വിടാൻ പോണട്ടാ. ഇവിടെ ഇല്ലേ, ഇവിടെ ഭയങ്കര രസമായിട്ട് നോക്കിയേ. കേരളത്തിലെ ഏഷ്യയിലത്തെ ഏറ്റവും ഉയരം കൂടി ആനയുടെ ഇതാണ്. നോക്കിയേ ഇപ്പൊ ഈ കൊല കേട്ടാ. വിളവെടുപ്പ് എന്നും നടക്കുന്നുണ്ട്. ചേട്ടത്തി കൂടെ പോകുമ്പോഴൊക്കെ മൂന്നാളിനൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിക്കുന്നുണ്ട് നമ്മുടെ വിളവെടുപ്പ്, റംബുട്ടാൻ വിളവെടുപ്പ്. ഫസ്റ്റ് കൊല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു ആമ. കാലത്ത് 6 മണി സമയമായിട്ടുള്ളോ, 6 അല്ല 6:30. ആമ ഉണ്ടോ? ഇതെങ്ങടാ പോണാവോ? ഭയങ്കര ഞാനവിടെ ബ്ലോക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന ആമ. നല്ല വലിപ്പുണ്ട് കേട്ടാള്. നക്ഷത്രാമയില്ല. ആള് തലപ്പുറത്തേക്ക് ഇട്ടു. എങ്ങടാ പോണത്? പോയിക്കൊണ്ടിരിക്കുന്നു. കാക്കകള് വരുന്നുണ്ട് കേട്ടോ. കാക്കകള് പറഞ്ഞ പോലെ തല പുറത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പോ കൊത്താനാണ്. അങ്ങനെ ഒരു ആക്രമണ മനോഭാവം കാക്കകൾക്കുണ്ട്. നമ്മള് ആനയൂട്ടിന്റെ ഷൂട്ടിന് പോവാണ്. വടക്കാനേക്ക് പോവാണ്. ആനയുടെ അടുത്ത് പോണേലും മുന്നേ ആമ വീട്ടില്. അപ്പൊ നമ്മുടെ മുറ്റത്ത് ഈ ആമനെ കണ്ടത്. അപ്പൊ ഇതിനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയി ഒന്ന് കൂട്ടാൻ വയ്ക്കും. അപ്പൊ ഞാൻ നമ്മുടെ ബാക്കിലത്തെ കുളത്തിലേക്ക് ഇതിനെ പിടിച്ചിടാൻ പോവാ. ഇയാള് റിവേഴ്സൽ ചോദിച്ചാ. ഞാൻ ബക്കറ്റിലേക്ക് ആക്കണ പോവാണ് കേട്ടോ. ഞാൻ ആക്കട്ടെ. കൈ കൊണ്ട് പിടിക്കാനേ പേടി. എന്നാ മലർത്തിയിട്ടപ്പോ കണ്ട എത്രക്ക് ഇതായി. പിന്നെ അടിയിലത്തെ ഇതാണിത്, തോട്. അല്ല അടിയിൽ തോടുണ്ടാവില്ലേ അല്ലേ? അപ്പൊ ഇത് നമുക്ക് നമ്മുടെ മാച്ച് ചെയ്ത് കണക്ട് കൊടുത്തിട്ടാ. ഇങ്ങനെ വന്നു എവിടെയായിരുന്നു ഇത്രയും നാളെന്നുള്ളത് ഭയങ്കര ഇതിനാ ഒരു മണം ഇല്ലേ? വേറെ വല്ല എന്റെ മണം വരതാവും. അല്ല പാടത്തുനിന്ന് കേറി വന്നതാവും. അവിടെ നിന്ന് മതില് കയറി വരണ്ടേ? കയറി വരാൻ പറ്റാ? മതില് ചാടാൻ അറിയില്ല അല്ലേ അമ്മക്ക്? അതില് പണ്ട് ആമകളുണ്ടായിരുന്നു കേട്ടാ. അത് നീ അവിടെ ഉള്ള വല്ല ആമ ഇനി നാട് കാണാൻ ഇറങ്ങിയതാണാവോ കഷ്ടപ്പെട്ട്. അതന്നെ ഇത്ര കാലം അതിൻ്റെ ഉള്ളിൽ ജീവിച്ച് അനന്തരാവകാശികളെ ഏൽപ്പിച്ചിട്ട് ആള് നാട് കാണാൻ ഇറങ്ങിയതാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ വലിയൊരു കുളം പോലത്തെ സാധനം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ ആമേനെ ഇടാൻ പോകണം കേട്ടോ. അതെ, ആമേനോടെ കൊണന്ന് വെച്ചു. ആ ഇതൊരു മരം പോലെയാണ് കേട്ടാ. ഇവിടെ ഇടാൻ പോകണം കേട്ടാ. അവിടേക്ക് തുണി കാണില്ലേ? അപ്പൊ ബക്കറ്റിൻ്റെ ആവശ്യമില്ല. അതിനെ കൈ പിടിച്ചു കൊണ്ടിട്ടാവുന്ന കാര്യമുള്ളൂ. ശരിക്കും ഒരു മരത്തിൻ്റെ ഇത് പിടിക്കുന്ന പോലെയാ. ശരിക്ക് തോട് ഭയങ്കര സ്ട്രോങ് തോട്. ഇവിടെ നമസ്കാരം. നമ്മൾ വടക്കാനിലേക്ക് വന്നാണ്. കർക്കിടക 1 ആനയൂട്ടാണ്. കേരളത്തിലത്തെ ഏറ്റവും വലിയ ആനയൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ആളുകളായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് പോകാം. അവിടെയാണ് ആനകളൊക്കെ വരുന്നത്. മെയിനായിട്ട് ആനകളെ ഒന്ന് കാണണമല്ലോ. അങ്ങോട്ട് പോകും. thechikottukavu Ramachandran.
നമ്മൾ അമ്പലത്തിൻ്റെ വടക്കാൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴക്കാരുണ്ട്, മഴ പെയ്യും. ഇനിയിപ്പോൾ ആനകളൊക്കെ ഇതിൻ്റെ ഈ നടകൂടെ കയറി ഇങ്ങനെ അങ്ങോട്ട് വലം വെച്ചിട്ട് അവിടേക്ക് എത്തും. അവിടെയാണ് ആനൂട്ട് കിടക്കുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോവാം. ആനകളൊക്കെ വന്നിറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കില്ല, അവിടെ ഭയങ്കര തിരക്കാണ്. ഇതാണ് നമ്മുടെ കൂത്തമ്പലം. ആനകൾക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകണ്ട. അവിടെ വേണ്ട ആനകൾക്കുള്ള പഴം അത് കൊണ്ടുപോകണതിൻ്റെ ശൈലി നോക്കിയേ. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഭയങ്കര അതിലാണ് ഇങ്ങനെയാണ് നടകൂടെ കയറിയിട്ടാണ് ഇങ്ങനെ ആനകൾ പോവുക. നമുക്ക് ആവശ്യത്തിൽ പോവാം. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ വടക്കാനിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ഇലഞ്ഞിത്തറ മേള നടക്കുന്ന സ്ഥലം. പിന്നെ എന്നറിയോ, പിന്നെ പൂരത്തിൻ്റെ അന്ന് അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ് അനുവദിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസമൊന്നും അനുവദിക്കില്ല. ഇവിടെ ഭയങ്കര രസമായിട്ട് നോക്കിയാൽ. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വന്നിരിക്കാൻ പാടില്ല. അമ്പലത്തിൽ വരുമ്പോൾ ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഇവിടേക്കൊക്കെ നടക്കാൻ അനുവാദമല്ലോ. നോക്കിയാൽ ഈ തറയൊക്കെ നോക്കിയാൽ ഇത് ചന്ദനത്തിൻ്റെ ഒരു ഇതാണ്. മനോഹരമാണ്. ഭയങ്കര ഇപ്പോൾ തിരക്കുള്ള കാരണം ശാന്തത ഇല്ലയെന്ന് മാത്രം. അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്നതിന് ഭയങ്കര ഫീലാണ്. അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് പോവാം. ഇത് കൂത്തമ്പലം. അതിന് വടക്കേ ഗോപുരനട. അവിടെ അതിലാർക്കും പ്രവേശനമില്ല. അവിടെ അപ്പുറത്ത് ആനകളെയൊക്കെ കെട്ടിയിട്ടുള്ള സ്ഥലമാണ്. എത്രയാണ്ട് 6 ആനകളാണ്ട് കൊച്ചി ദിവസം പോകുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ ആനകൾക്കുള്ള സുഖ ചികിത്സ അവിടെ ആയിരിക്കും കൊടുക്കാം. മഴയെ ചെറുതായിട്ട് തൂളി ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയേ സ്ഥലം കണ്ട. നാനാദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വന്നത്. ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ വന്നോന്ന് അറിയും. ഈ വടക്കേ ഗോപുരനട താരതമ്യം ചെറുതാണ് കണ്ട. ഇത് ചെറുതാണ്. എന്തൊരു ഭംഗിയുള്ള എവിടെയൊക്കെ. ഇവിടെ നിന്നാലും നടന്നാലും മതി വരില്ല. ഞാൻ ശയന പ്രദക്ഷിണം നടത്തിയിട്ടുള്ളത് അയിലാണ്. കല്ല് പായിട്ടുണ്ടല്ലോ, അങ്ങനെ കല്ല് പായിയോടെ ഇങ്ങനെയുണ്ട് ശയന പ്രദക്ഷിണം നടത്തിയിട്ടുണ്ട്. അല്ല ഈ ആല കേട എന്ത് പേരാല്, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇതിങ്ങനെ നമ്മൾ കൽക്കട്ടയിൽ പറഞ്ഞില്ലേ, അന്ന് മുഹമ്മദിൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ ആലുകളിൻ്റെ പേരുകൾ ഇങ്ങനെ ഇറങ്ങി കൽക്കട്ട ബോട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ എന്തുകൊണ്ട് ഏക്കർ കണക്കിനുള്ളത്. ഇതിപ്പോൾ ഈ ഒരെണ്ണമാണ് മാത്രമാണ് കേട്ടോ. അതിൻ്റെ വേരുകൾ ഇങ്ങോട്ട് മണ്ണിലേക്കാണ് ആഴ്ന്ന് ഇറങ്ങിയിട്ടാണ് മണ്ണം വയ്ക്കേണ്ടത്. നമുക്കിവിടെ നിൽക്കാം. ഓരോ ആനകളായിട്ട് വരും ഇപ്പോൾ. മഴ പെയ്തു. ഓരോ ആനകളായിട്ട് ആനയൂട്ടിന് വന്നു തുടങ്ങിയിട്ടാ.
നമ്മളെ നീങ്ങാണ് ഭയങ്കര തിരക്കായി അവിടെ കളക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ ഈ എന്താ പറയുക ആനകൾക്ക് ഇത് കൊടുക്കാൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ കാടില്ല. അപ്പോൾ നമുക്ക് ഇനി നീങ്ങാം വീട്ടിൽ. ചെങ്ങാല് രംഗനാഥൻ്റെ കേരളത്തിലെ ഏഷ്യയിലത്തെ ഏറ്റവും ഉയരം കൂടിയ ആനയുടെ ഇതാണ് കേട്ടോ ശില്പം. പാമ്പാടി രാജൻ്റെ ഞാൻ തൃശ്ശൂർക്ക് പോയി വന്നപ്പോഴാണ് സരിത പറയുന്നത് നമ്മുടെ റംബുട്ടാൻ മുഴുവൻ അണ്ണാറക്കണ്ണന്മാർ കൊണ്ടുപോയി നോക്കിയേ. ഇപ്പൊ ഈ കൊല കേട്ടാ, ഈ കൊലയിൽ ഒടിച്ച് കാണിച്ചു തരാം ഞാൻ. ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് കെട്ടിയിട്ടുണ്ടാക്കിയുള്ള സംഗതിയാണ് പറയണത്. നോക്കിയേ, നല്ല ഭംഗിയിൽ നിൽക്കണ്ടാവും കാണുമ്പോ. ഇതിന് പറഞ്ഞ് വിവരിച്ചു കൊടുത്ത സരിത. വിവരിക്കാനൊന്നുമില്ല, കണ്ടാ മതി. ഈ വല മാറ്റുമ്പോഴാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവും. എല്ലാം അവര് പൊളിച്ചെടുത്ത് ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയേക്കാ. ഏതില് വല്ലതും ഒരെണ്ണം മാത്രം ഉണ്ട്. അല്ല ഇതും പൊളിച്ചു പൊളിച്ചു. ബാക്കി അതെ നമ്മൾ ഈ വല കെട്ടുമ്പോ ഉണ്ടല്ലോ ഇതിനെ മൊത്തമായിട്ട് ഇങ്ങനെ മൂടി ഒക്കെ കൂടി കൂട്ടിപ്പിടിച്ച് ഇവിടെ വേണം കെട്ടാൻ. അങ്ങനെയാണ് നമ്മൾ അവിടെയൊക്കെ കണ്ട മരങ്ങള് നമ്മൾ പോയോടത്തൊക്കെ കണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ഓരോ കൊല ഇങ്ങനെ കെട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഒരു സുഖമായിട്ട് വന്നിട്ട് ഇതുമ്മ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ കരണ്ടാണ്. ഇനി വേറെ ഇതിനൊക്കെ അങ്ങനെ അതും ആ കൊല അത് തിന്നാ അതിന്റെ ഇടയില് അങ്ങനെ എന്നോട് പറയാൻ ഏൽപ്പിച്ചിട്ട് പോയതില്ല. അങ്ങനെ കട്ട് തിന്നല് യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അത്ര ടേസ്റ്റ് അല്ലേ. നമ്മള് ഇവരെ അത് ഇങ്ങനെ കാണിച്ച് പ്രലോഭിപ്പിക്കല്ലേ അല്ലേ. അവരെ ചക്കയാണേ കഴിഞ്ഞു, മാമ്പഴം കഴിഞ്ഞു. അപ്പൊ നമുക്ക് വിളവെടുപ്പ് നടത്താൻ പോകട്ടെ. എത്ര എണ്ണം കിട്ടുമെന്ന് അറിയില്ല. എന്നിട്ട് പിന്നെ വെള്ളോറയില്ലേ എന്നാ സരിത, വെള്ളോറ വെച്ച് കേട്ടാ ഇങ്ങനത്തെ പറയുമ്പോ പിന്നെ അവർക്ക് കാണില്ല. വിളവെടുപ്പ് എന്നും നടക്കുന്നുണ്ട്. ചേട്ടൻ ഇതിൽ കൂടെ പോകുമ്പോഴൊക്കെ 3 പൊട്ടിച്ച് തിന്നുണ്ട്. ഞങ്ങളെ കണ്ടാ ഞങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ചേട്ടൻ ഒറ്റയ്ക്ക് തിന്നും. അത് ഇങ്ങനെ ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ കൊടുക്കാറില്ല. ചേട്ടാ ഡവറെടുക്ക് പൊട്ടിച്ചു തരാം. എന്നിട്ട് ഓറ കേട്ടാ എടുക്ക് ഡവറെടുക്ക്. ഇതേ പൊട്ടിക്കണോട്ടോ നമ്മുടെ വിളവെടുപ്പ്, റംബുട്ടാൻ വിളവെടുപ്പ് ഫസ്റ്റ് കൊല. ഇതല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അവര് ചാടുപിടുന്ന കഴിക്കുന്ന സാധനം സെക്കൻഡുകൾ മതി അവർക്ക് തുളച്ച് എടുക്കാനായിട്ട്. എടുക്കടി ഇതിങ്ങനെ പൊട്ടിച്ചാലോ? അതൊന്നുമില്ല. അല്ല അല്ല ചേട്ടൻ അവർക്ക് കൊടുക്കണ്ട. ഇത് കുഴപ്പമില്ല, ഇതിങ്ങനെ പൊട്ടിച്ച് തിന്നാ. സ്വന്തം വീട്ടിലുണ്ടായാലും പഴുത്തിട്ട് തിന്നാൻ യോഗല്ലേ. ഒന്ന് കിട്ടി. ഇത് കണ്ട ഈ കൊല അങ്ങനെ തന്നെ പോയി നോക്കിയേ. കണ്ടാ ഇതാണ്ടാ ഈ കൊല അങ്ങനെ തന്നെ പോയി നോക്കിയേ. എന്തുടാ ചെയ്യാ നമുക്ക്? കണ്ടാ ഇത് പോയി കണ്ടാ. അപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? അത് കുഴപ്പമില്ല, അത് പൊട്ടിച്ച് തിന്നാം. നോക്കിട്ടാ ഞാൻ ഇതൊന്ന് നോക്കിയോട്ടെ ടേസ്റ്റ് ഉണ്ടോ കേട്ടാ. ഇനിയിപ്പോ ഇതുമ്പോ നിർത്തിയിട്ടും കാര്യമില്ലാണ്ടായി. ഇതൊ നോക്കിയേ സരിത വിചാരിച്ചു ഞാൻ അല്ല ഞാൻ തന്നെ ഒന്ന് വിചാരിച്ചല്ലേ. ഇവർക്ക് എങ്ങനെ കൊടുത്താലും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ. കണ്ട ഇത് നോക്ക്. പഴുത്തിന് എത്ര ടേസ്റ്റ് ഉണ്ടാവും.
ചെറിയേട്ടൻ്റെ അവിടേക്കല്ല ഞങ്ങളുടെ അവിടേക്കുള്ളത് ഇന്ന് ബാക്കിയുള്ളടത്തി കൊടുക്കല്ലേ അതിന്ന് ഇനിയും ഭാഗിച്ചു കഴിഞ്ഞാലേ അപ്പോൾ ഇനിയുള്ളതുണ്ടല്ലോ ഉറ കെട്ടിയിട്ടുള്ളത് അത് പഴുക്കുമ്പോൾ നമുക്ക് സജീവൻ്റെ അവിടേക്കൊക്കെ കൊടുക്കാം.